നിന്റെ തന്തയ്ക്ക് വിളിച്ചതെന്ന് മനസ്സിലായി. എന്നാലും നീ പറയുന്നത് കാര്യമുണ്ട്. ചേച്ചിയുടെ പൊന്നുമോന്നല്ലേ പൈസ തിരിച്ചു വാങ്ങിച്ചോണ്ടേ, ഇല്ലെങ്കിൽ നമ്മൾ തെണ്ടാൻ കൊണ്ടുവരുവാ. അങ്ങേരോട്ട് ചോദിച്ചാലേ ഇപ്പൊ തരും. അത് ജിന്നേട്ടന്, അല്ലാതെ നമ്മുടെ അപ്പൻ ഉണക്ക പീടിയല്ല. 10 പോലും വെള്ളം കുതിക്കാത്ത വീട്ടിൽ നിന്ന് ഇതിനെ 3-നെ കെട്ടിയെത്തപ്പഴേ ഞാൻ പറഞ്ഞതാ വേണ്ട തന്തേ വേണ്ട തന്തേന്ന്. ആര് കേൾക്കാൻ? അതെന്തേലും ആവട്ടെ, പക്ഷെ 4 എണ്ണവും ആ പൈസ തിരിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കയറിയാ മതി. ഇപ്പൊ ചെന്ന് ചോദിച്ചാലും മതി, ജിന്നേട്ടൻ അങ്ങ് എടുത്തു തരും. എന്തായാലും വാങ്ങിച്ചല്ലേ പറ്റും. തള്ളി നമ്മള് കോട്ടയം വരെ എത്തിയോ? എടേ, അതിന് നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തള്ളിയത്. അതാ ജിന്നയുടെ മുന്നിൽ തള്ളുന്നില്ലായിരുന്നു. എന്നെ റോസ്റ്റ് ചെയ്യുന്ന നേരം മാത്രം എണ്ണേറ്റോ. ജിന്നേട്ടാ, നമുക്ക് ഈ വീട്ടിൽ കയറിയാലോ? ഇവിടെ ഇച്ചിരി വെട്ടാൻ വിളിച്ചുണ്ട്. ജിന്നേട്ട ഇവിടെ കേറണോ? പിന്നെ അലപ്പ ഏട്ടല്ലേ പറയാം, നല്ല പൈസയുള്ള വീട്ടുകാരാണ്. അതെ, ജിന്നേട്ടനെ പോലെ. അപ്പം പിടിക്കുന്നതിന് മുമ്പ് ഓടിക്കോടാ. അമ്മച്ചി, വീടിന്റെ പുറത്ത് കുറച്ച് കള്ളന്മാര് നിൽക്കുന്നു. അവന്മാർക്ക് നമ്മളെ മനസ്സിലായോ? അല്ലാടോ, അപ്പൊ ഞാൻ കള്ളനാണോ ഗുണ്ടയാണോ അതോ സാൻഡ ആണോ? കള്ളന്മാരോ? ഇന്നലെ ആലിസ് വിളിച്ചപ്പോഴേ പറഞ്ഞു കുറുവാസം ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇനി പോവാരെല്ലാം അടിച്ചിട്ടേ പോത്തുള്ളൂ. ഞാൻ എന്റെ ആലിസിനെ ഒന്ന് വിളിക്കട്ടെ. കുറുവാ സംഘത്ത് എങ്ങനെയാ സാന്റാ ക്ലോസ്? അയ്യോ, കരോളായിരുന്നു. നല്ല വൈനടിക്കാൻ തോന്നും ഈ കാലത്ത്. അയ്യോ, എന്റെ കാലമേ, എന്തിനാ കുറുവാ സംഘം? അയ്യോ, അത് കുറുവാ സംഘം ഒന്നുമല്ലാന്ന്, കലോള. ഞാൻ തെറ്റിദ്ധരിച്ചതാ. അല്ലെങ്കിൽ ഈ വെളുപ്പാങ്കാലത്ത് ഏത് കലോള വരുന്നത്? ഞാൻ കുറുവാ സംഘമാണെന്ന് കേട്ടിട്ട് യോഹനം കൂടെ വിളിച്ചോണ്ട് വന്നത്. ഇതേതോ ഈ മാലാക. അല്ല, നിങ്ങക്ക് കുടിക്കാൻ തരും തരട്ടെ? അയ്യോ, കുടിക്കാനൊന്നും വേണ്ട പെങ്ങളെ, അവിടെ എത്തേണ്ടതാ. ലിക്വിഡ് മണി ആയിട്ട് തന്നാ മതി. അങ്ങനെ ഇങ്ങനെ പലതും പറയും. കുടിക്കാൻ മാത്രമല്ല, കഴിക്കാനും കൂടെ എന്തായാലും എടുക്ക വെച്ചേ. വെള്ളം കളയാതെ. ഞാൻ മരുമോനായിട്ട് വരേണ്ട വീടാ. എന്താണ് വാവച്ചിയുടെ പേര്? ഞാനോ? എന്റെ പേര് ടെറി. ഓ, നീ അല്ലടെ പോത്തെ. അയ്യോ, അപ്പൊ പിന്നെ ഞാനാണ്. എന്റെ പേര് വെല്ലെന്ന്. ഓ, നീ അല്ലടെ മാങ്ങാത്തല്ലേ? അല്ല, ആ സുന്ദരി കുട്ടിയുടെ പേരെന്താണ്? ഓ, അത് ഞങ്ങൾ അമ്മയാ, കാതറിൻ. അല്ല, ഇനി അവൻ ആലിസ് ആന്റി ആയിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, അവരും കൊള്ളാം. ആലിസാന്റെ കാര്യം ഉദ്ദേശിക്കാതെ യോഹാനെ ആയിരിക്കും. യോഹാനെ അധികം ആരും ഉദ്ദേശിക്കത്തില്ലല്ലോ. നമ്മുടെ അപ്പ മാർട്ടിനെ ആയിരിക്കും. അല്ല, മാറ്റങ്ങളായിരിക്കും. അതിന് മാറ്റങ്ങളുടെ പേര് കണ്ടിട്ടില്ലല്ലോ. അല്ല, കുട്ടിയുടെ പേരെന്താ? അയ്യോ, ഇവന് കുട്ടികളായിട്ടില്ല. ഇതിന്റെ പെണ്ണ് കാണാനായിട്ട് ഞാൻ കൂട്ടിക്കോളാം. പേരെന്താണ്? നാരങ്ങ വെള്ളം. അതും ജിമിനേട്ടന് മനസ്സിലായില്ലേ? പിന്നെ ജിമിനേട്ടൻ ബിരിയാണിയാണ് ഉദ്ദേശിച്ചത്. എന്റെ പേര് സെലിനെന്ന്. കമ്മിറ്റഡുമാണ്. 1 മിനിറ്റ്, ബിസി ഇടട്ടെ. അയ്യോ, ജിമിനേട്ടനൊന്ന് സങ്കടം, ഇന്ന് രാത്രി ഒന്നും തിന്നത്തില്ലല്ലേ? സാരമില്ല, ഞാൻ ജിമിനേട്ടന് വേണ്ടി തിന്നോളാം. കണ്ടോടാ, എന്ത് സ്നേഹമുള്ള പെങ്ങളെ നിനക്ക് കിട്ടിയേ. അതാ കണ്ടിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. എനിക്ക് മാത്രമേ ഇത്തരം ഇമോഷൻസ് ഉള്ളൂ. എനിക്ക് മാത്രം. അപ്പൊ ശരിയെന്നാ, ഈ പൈസ വെച്ചോ. 100 രൂപയോ? പള്ളിമണിയൊക്കെ നടക്കുന്ന പള്ളിയിൽ നിന്നാണ് ചേച്ചി. ഒരു പള്ളിയിലച്ഛനെ പോലും കൊണ്ടുവരാനായിട്ട് പൈസക്കായിരുന്നു കെഞ്ചുന്ന കണ്ടില്ലേ? ഒരച്ഛൻ തന്നെ എത്ര ഇടവക ഉണ്ടാവും വിചാരിച്ചിട്ടാ. അച്ഛൻ വേറെ കരോളിന് പോയി കാണും. കാതറിന് ആന്റി പൈസ കൊടുത്തേക്ക്. നീ സെമിനാരി പോയതല്ലേ ഉള്ളൂ, പള്ളിയിലച്ഛനൊന്നും വരല്ലോ. കൂടുതൽ നന്മകരം കളിക്കണ്ട. എന്നാ പിന്നെ നിങ്ങൾ ഈ 500 രൂപ വെച്ചോ. ആ കമോൺ പാക്കപ്പ്, നമുക്ക് ഇനി അടുത്തുള്ള വലിയ വീട്ടിൽ കയറാം. അല്ല, ലിസ എവിടെ പോയി? മത്താപ്പുറോ കെട്ടി ചെമ്പൂത്തിരി